ഹലോ ക്യൂട്ടീസ്. അപ്പോൾ വീണ്ടും ഒരു അൺബോക്സിംഗ് ആണ്, പെട്ടിക്കലാണ്. ഡൈക്കട്ട് സ്മാർട്ടിൽ നിന്ന് വീണ്ടും മേടിച്ചു സാധനങ്ങൾ മേടിച്ചു. ഇത് വെയിറ്റ് ചെയ്തിരുന്നതുകൊണ്ടാണ് ഗിവ് അവേ ഒന്നും അനൗൺസ് ചെയ്യാതിരുന്നത്. അപ്പോൾ ഇതിൽ കുറച്ച് സാധനങ്ങൾ നിങ്ങളുടെയാണ്, ബാക്കി എൻ്റേതാണ്. അപ്പം ജേർണലിങ്ങിൻ്റെ കുറച്ച് സാധനങ്ങളൊക്കെ വെച്ചാണ്. ഇവരുടെ ഒരു കുഴപ്പം, ഇവർ ഇതിനകത്തുള്ള ഒരു കവറൊന്നും ഇങ്ങനെ മാത്രം ഇട്ടുകൊണ്ടായിരുന്നു. അപ്പോൾ അതിനകത്ത് എനിക്ക് അത്ര ഒരു പാക്കിംഗ് അത്ര സൂപ്പർ അല്ലായിരുന്നു. വലിയ കവർ ബോക്സ് ഉണ്ടെന്നേ ഉള്ളൂ. ഫസ്റ്റ് സാധനം ഇത് പി ടി സ്റ്റിക്കറാണ് കേട്ടോ. ഒരു ഗേൾസിൻ്റെ തീമിലുള്ള പി ടി സ്റ്റിക്കറാണ്. അപ്പോൾ അതാണ് ജേർണലിങ് യൂസ് ചെയ്യാന്ന് വെച്ചാൽ മേടിച്ചതാണ് കേട്ടോ. അപ്പം പിന്നെ അടുത്ത ഇതൊരു പൗച്ചാണ് കേട്ടോ. ഒരു ക്യാൻഡിയുടെ ഒരു പേരുള്ള നല്ലൊരു ക്യൂട്ട് പൗച്ചാണ് കേട്ടോ. പിന്നെ മേടിച്ചത് ഇങ്ങനത്തെ നല്ല ക്യൂട്ടായിട്ടുള്ള രണ്ട് ഷാർപ്നേഴ്സാണ്. രണ്ട് കളറിലുള്ളതാണ്. ഇതൊരു ക്യാമറ തീമിലുള്ള ഒരു രണ്ട് ഷാർപ്നേഴ്സ് കേട്ടോ. ഒത്തിരി സാധനങ്ങളുണ്ട്, പക്ഷെ പലതും നോട്ട് അവൈലബിൾ. ഇതിനകത്ത് ഓർഡർ ചെയ്തതിനകത്ത് ഒരു സാധനം വന്നതുമില്ല കേട്ടോ. അപ്പം ഇതാണ് രണ്ട് കളറിലുള്ള ഷാർപ്നേഴ്സ് കേട്ടോ. പിന്നെ മേടിച്ച് എനിക്ക് ഇഷ്ടപ്പെട്ട ഈ ഷാർപ്നർ. കണ്ട ഒരു ക്യാമറ പോലെ ഉണ്ടല്ലേ, കണ്ട ക്യൂട്ടായിട്ടൊരു സാധനം. ഇത് ഷാർപ്നറാണ് കണ്ടാൽ തോന്നത്തില്ല. ഇങ്ങനെ വേണമെങ്കിൽ ഡെസ്ക് ഡെക്കോറിൽ വെക്കുകയും ചെയ്യും. പിന്നെ അടുത്തത്, അപ്പം ഇതെങ്ങനെയാ തുറക്കുന്നതെന്ന് നോക്കട്ടെ കേട്ടോ. ഇത് ക്യാമറ പോലെ ഇരിക്കുന്നെങ്കിലും ഇത് പെൻസിൽ വെട്ടിക്കളഞ്ഞ് കളയണ്ടേ ഇതിൻ്റെ വേസ്റ്റ് ഒക്കെ അല്ലേ. ഇതിന് മുകളിലായിട്ടോ തുറക്കുന്നത്. കണ്ടാൽ നല്ല ക്യൂട്ടായിട്ടോ. ഇതുപോലത്തെ സാധനങ്ങളൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഇതൊക്കെ നമ്മൾ ടേബിളിൽ ഡെക്കോർ ചെയ്തൊക്കെ, ഞാനൊക്കെ ആയിരുന്നു ഇതൊന്നും യൂസ് ചെയ്യത്തില്ലായിരുന്നു. ഇതൊക്കെ നമ്മൾ ഡെക്കോർ ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ സൂക്ഷിച്ച് വെക്കും. നമുക്ക് ചിലർക്ക് ഇങ്ങനെ പരിപാടികളുണ്ടല്ലേ. അപ്പോൾ രണ്ടെണ്ണം മേടിച്ചിട്ടുണ്ട് ഇതുപോലെ തന്നെ. പിന്നെ മേടിച്ചത് ഞാനൊരു കോഫി തീമിലെ പി ടി സ്റ്റിക്കറാണ്. ജേർണലിങ്ങിന് വേണ്ടി മേടിക്കാമെന്ന് വെച്ചുകൊണ്ട് യൂസ് ചെയ്യാന്ന് വെച്ചോണ്ടാണ് മേടിച്ചത് കേട്ടോ. ഇവരാണെങ്കിൽ ഇതിനകത്ത് ഈ ഡൈക്കട്ട് സ്മാർട്ടിന്റെ ഒരു കവറൊന്നും തരാത്തതുകൊണ്ട് എനിക്ക് അത്ര ഒരു സുമാറില്ലായിരുന്നു. പക്ഷെ അങ്ങനെ തരേണ്ടതായിരുന്നു അവരല്ലേ, എങ്കിലല്ലേ ഉള്ളൂ രസമുള്ളൂ. ഒരു പാക്കിങ് ഇച്ചിരി കൂടി സൂപ്പറാകും. പിന്നെ മേടിച്ച രണ്ട് ക്യൂട്ടായിട്ടുള്ള ഈ എറേസേഴ്സ് ആണ്. ഞാൻ മേടിച്ചത് വേറെ ആയിരുന്നു, പക്ഷേ വന്നപ്പം വേറെ ആയിരുന്നു. സാരമില്ല. പക്ഷെ എനിക്ക് ഇഷ്ടപ്പെട്ട അവക്കാഡോ തീമിലെ രണ്ട് ക്യൂട്ടായിട്ടുള്ള എറേസറാണ്. ഇത് കണ്ടപ്പോൾ നല്ല ക്യൂട്ടായിരിപ്പുണ്ട് അല്ലേ. പലതരത്തിലെങ്കിൽ ഇങ്ങനത്തെ ക്യൂട്ട് സാധനങ്ങളുണ്ട് കേട്ടോ. അവർക്ക് ഓപ്ഷൻസ് ഉണ്ട്, പക്ഷെ കുറവായില്ല കേട്ടോ. അപ്പോൾ ഇനി അടുത്ത മേടിച്ച് കുറച്ച് സ്റ്റിക്കി നോട്ട്സ് എന്നോ മെമ്മോ പാടെന്നോ പറയുന്നത് എന്തെങ്കിലും പറയാം. ഇച്ചിരി ഒരു വലുതായിരുന്നു ഞാൻ എക്സ്പെക്ട് ചെയ്തത്. സാരമില്ല. പക്ഷേ ഇതുപോലത്തെ 3 ഉണ്ട്. ഈ ടെഡി ബിയറിൻ്റെ തീമിലുള്ളതാണ്. എനിക്ക് ഇഷ്ടപ്പെട്ട ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ ഇഷ്ടമാണ്. യൂസ് ചെയ്തില്ലെങ്കിലും ഇങ്ങനത്തെ സാധനങ്ങൾ സൂക്ഷിച്ച് വെക്കാനുള്ള പരിപാടി എനിക്കൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ എൻ്റെ സമയത്തൊന്നും ഇതൊന്നും ഇല്ലായിരുന്നു. പക്ഷെ നിങ്ങൾക്കൊക്കെ ഇങ്ങനത്തെ ചാൻസ് ഉണ്ടോ? അവിടെ ഒത്തിരി സാധനങ്ങളുള്ളൂ, പക്ഷേ ചില സാധനങ്ങളൊന്നും അവൈലബിൾ അല്ലായിരുന്നു. ചിലതൊക്കെ ഓപ്ഷൻസ് കുറവായിരുന്നു കേട്ടോ. അപ്പോൾ എനിക്ക് ഇഷ്ടപ്പെട്ടു കുറേ ഇത്. അപ്പോൾ ഇതൊക്കെ ഇങ്ങനത്തെ ഉള്ള ഇഷ്ടമുള്ളവർക്ക് ഇഷ്ടപ്പെടും. പിന്നെ ഞാൻ മേടിച്ചത് വീണ്ടും ജേർണലിങ്ങിന് വേണ്ടി മേടിച്ചതാണ്. എൻ്റെ മറ്റേ ചാനൽ നിങ്ങളൊന്ന് കാണാം. അതിനകത്ത് കുറേ ജേർണലിൻ്റെ ഐഡിയാസൊക്കെ പുതുതായിട്ട് ഇടുന്നുണ്ട്. അന്ന് ലൈക്ക് അടിക്കണം. ലൈക്കൊക്കെ ഒന്നിനും ഇടുന്നത് എന്താണെന്ന് അറിയത്തില്ല. ചിലപ്പോൾ എനിക്ക് ലക്കില്ലാത്തതുകൊണ്ടായിരിക്കല്ലേ. പിന്നെ മേടിച്ച നമ്പറും ആൽഫബറ്റും ഉള്ള ഇങ്ങനത്തെ കുറച്ച് സ്റ്റിക്കേഴ്സ് ആയിരുന്നു. പിന്നെ ഞാൻ മേടിച്ചത് എന്താണെന്ന് അറിയാൻ വേണ്ടി മേടിച്ച സാധനമാണ് ഈ ഫ്രെയിമിൻ്റെ കുറേ ഫ്രെയിംസ് എന്ന് പറയുന്ന സാധനം. ജേർണലിങ് യൂസ് ചെയ്യാമെന്ന് പറയുന്നത് എല്ലാവരും യൂസ് ചെയ്തിട്ടുണ്ട്. ഇതെങ്ങനെയാണെന്ന് അറിയത്തില്ല. നിങ്ങൾ ആ മറ്റേ ചാനൽ കാണുമ്പോൾ നിങ്ങൾക്ക് അതിനകത്ത് ഞാൻ ചെയ്യുന്ന ജേർണലിംഗ് ഒക്കെ കാണാൻ പറ്റും. ഞാൻ ഇതിൻ്റെയൊക്കെ എല്ലാം സ്റ്റാർട്ടിങ് ആയിട്ടുള്ള ഞാൻ പടം വരയ്ക്കുന്നത് പോലും ഞാൻ ഇതിൻ്റെ നമ്മൾ പറയത്തില്ലേ പടം വരയുടെ ഒരു ശിശുവാണെന്ന് ഞാൻ പറയുന്നില്ലേ. അപ്പം KG പഠിക്കുന്ന സ്റ്റുഡൻ്റ് ആണ് ഞാൻ. പെയിൻറ്റിങ്ങിൻ്റെ കാര്യത്തിൽ ഞാൻ പഠിച്ചു വരുന്നേ ഉള്ളൂ. നിങ്ങൾ എന്നെ സപ്പോർട്ട് ചെയ്താൽ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇങ്ങനെ പെയിൻറ്റിങ് ചെയ്യുന്നത്. ഞാൻ ഈ ക്രാഫ്റ്റ് ചാനൽ മുമ്പേ തുടങ്ങിയെങ്കിലും, പക്ഷേ ഇത് തുടങ്ങിയത് സത്യം പറഞ്ഞാൽ പെയിൻറ്റിങ്ങിന് വേണ്ടിയായിരുന്നു കേട്ടോ. അപ്പോൾ അടുത്തത് വീണ്ടും അതുപോലെ ജേർണലിങ്ങിന് വേണ്ടി മേടിച്ച സ്റ്റിക്കേഴ്സാണ്. പിന്നെ എനിക്ക് ഇഷ്ടപ്പെട്ട ഉള്ള രണ്ട് സ്റ്റിക്കറിൻ്റെ ബുക്ക്ലെറ്റ് പോലത്തെയാണ്. ഒന്ന് ടെഡി ബിയർ, ഒന്ന് പപ്പിയുടെ. നല്ല ക്യൂട്ടായിട്ടുള്ളതാണ് കേട്ടോ. ഇഷ്ടമായില്ലേ? അപ്പോൾ ഇനി നിങ്ങൾ കഴിഞ്ഞ പ്രാവശ്യം ഞാൻ അനൗൺസ് ചെയ്ത വിന്നേഴ്സ് ഇല്ലേ, അവരുടെ ഗിഫ്റ്റ് ഒന്നുകൂടെ കാണിക്കാമെന്ന് വെച്ചു. ഇത് ഓൾറെഡി പാക്ക് ചെയ്ത് വെച്ചിരിക്കുകയാണ്. ജസ്റ്റ് അഡ്രസ്സും കൂടെ ചെയ്താൽ മതി. അവർക്ക് 3 പേർക്കാണ് അനൗൺസ് ചെയ്തിരുന്നത്. ആ 3 പേർക്കും കവായുടെ സ്റ്റിക്കർ ബുക്ക്ലെറ്റ് അതാണ് പാക്കറ്റ്. 3 പേർക്ക് 3 പാക്കറ്റാണ്. അതായത് ഇതിൻ്റെ കൂടെ ഓരോ ഡയറിയും 3 ഡയറിയും 3 ബുക്ക്ലെറ്റും ആയിരുന്നു ഞാൻ വെച്ചിരുന്നത്. അപ്പോൾ അത് ഒരാൾക്ക് ഒരു ഡയറിയും ഒരു സ്റ്റിക്കർ ബുക്കും അങ്ങനെയായിരുന്നു കേട്ടോ. അപ്പോൾ അത് ഒന്നുകൂടെ കാണിക്കാമെന്ന് വെച്ചു. ഒരു കുട്ടി പറഞ്ഞ ചേച്ചി ഒന്നുകൂടെ കാണിക്കാവുന്ന. അപ്പോൾ അവർ ഇത് ഓൾറെഡി അനൗൺസ് ചെയ്തതാണ്. അപ്പം ഇത് ഓൾറെഡി പാക്കിങ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇപ്രാവശ്യത്തെ ഗിവ് അവേ ഒക്കെ ആർക്കാണ് കൊടുക്കുന്നത് ചെയ്ത് ഇതുപോലത്തെ ഡയറി ആയിരുന്നു കഴിഞ്ഞ പ്രാവശ്യം കൊടുത്തത്. അതിൽ ഒരാൾക്ക് ഒരു ഡയറി കൊടുക്കുന്നുണ്ട്. 2 പേർക്കാണ് കൊടുക്കുന്നത്. ഇത് രണ്ടും ഈക്വലായിട്ട് ഡിവൈഡ് ചെയ്ത് കൊടുക്കാമെന്ന് വെച്ചിരിക്കുന്നത്. പിന്നെ അടുത്ത സാധനം നിങ്ങൾ നേരത്തെ കണ്ട സാധനം തന്നെയാണ്. നമ്മുടെ ഈ ക്യൂട്ടായിട്ടുള്ള നമ്മുടെ എറേസേഴ്സ്. ഇത് 2 മേടിച്ച് തന്നെ ഓരോരുത്തർക്കും കൊടുക്കാൻ വേണ്ടി 2 പേർക്കും ഓരോന്നായിട്ട് കൊടുക്കാം. ഇനി അടുത്ത് തന്നെ നിങ്ങൾ കണ്ടായിരുന്നല്ലോ, ഞാൻ നേരത്തെ കാണിച്ചില്ലേ ഡൈക്കട്ട് സ്മാർട്ടിൽ നിന്ന് ഓർഡർ ചെയ്ത നമ്മുടെ എറേസറും പിന്നെ ഷാർപ്നറും. ഈ ഷാർപ്നർ രണ്ടും മേടിച്ചത് ഓരോരുത്തർക്ക് കൊടുക്കാണ്. 2 പേർക്കുള്ളതാണിത്.
അപ്പോൾ ഈ 2 പേരെയാണ് അനൗൺസ് ചെയ്യുന്നത്. അത് പിന്നെ അനൗൺസ് ചെയ്യുന്നു. ഗിഫ്റ്റ് ആദ്യമേ കാണിച്ചേത്തെന്ന് വിചാരിച്ചു. ഇത് വരാൻ ലേറ്റ് ആയതുകൊണ്ടാണ് ഞാൻ ഈ വീഡിയോ ഇടാൻ താമസിച്ചത് കേട്ടോ. അപ്പോൾ നിങ്ങൾ ലൈക്ക് അടിച്ചൊക്കെ പ്രോത്സാഹിപ്പിക്കുക. കുറേ പേര് ലൈക്കൊന്നും അടിക്കുന്നില്ലായിരുന്നു. അതുകൊണ്ട് എനിക്കൊരു വിഷമമുണ്ട്. സാരമില്ല. നിങ്ങൾ പതിയെ അടിച്ചോടുമായിരിക്കല്ലേ. പിന്നെ നമ്മുടെ ദേ ഇത് സാധനം നിങ്ങൾ കണ്ടില്ലായിരുന്നു, നമ്മുടെ മെമ്മോ പാഡ്. ഈ സാധനം കണ്ടില്ലേ, ഈ പൗച്ച് ഞാൻ 2 എണ്ണം ഓർഡർ ചെയ്തത്, പക്ഷെ ഒരെണ്ണേ തന്നുള്ളൂ. അപ്പോൾ ഒരെണ്ണത്തിന് ഒരാൾക്ക് പൗച്ചും ഒരാൾക്ക് ഡയറിയിൽ നിന്ന് കൊടുക്കാമെന്ന് വെച്ചു. പിന്നെ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഈ സ്റ്റിക്കേഴ്സ്, ഇത് നിങ്ങൾക്ക് വേണ്ടി മേടിച്ചാണ്. ഒരാൾക്ക് ഒരു പപ്പിയുടെ സ്റ്റിക്കറും മറ്റേ ആൾക്ക് നമ്മുടെ ടെഡി ബെയറിന്റെ സ്റ്റിക്കേഴ്സും. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ഇപ്രാവശ്യത്തെ ഗിവ് ഗിഫ്റ്റിന് വേണ്ടി ഞാൻ വിചാരിച്ചിരിക്കുന്നത്. ഇത് വിന്നർ ആരാന്നുള്ളത് പിന്നെ അനൗൺസ് ചെയ്തേക്കാം. പക്ഷെ അത് എനിക്ക് ഇഷ്ടമുള്ള 2 പേരെ ഞാൻ സെലക്ട് ചെയ്ത് അനൗൺസ് ചെയ്ത് അയക്കുകയായിരിക്കും ചെയ്യുന്നത്. അപ്പം മറ്റേ കഴിഞ്ഞ പ്രാവശ്യത്തെ വിന്നറിന്റെയും ഈ പ്രാവശ്യത്തെ വിന്നറിനെയും കൂടെ ഒന്നിച്ച് കാണിച്ചേക്കാന്ന് വെച്ചുകൊണ്ടാണ് കാണിച്ചത്. അപ്പൊ ഗിഫ്റ്റ് എന്താന്ന് മനസ്സിലായാലും ഈ പ്രാവശ്യത്തെ വിന്നർ എപ്പോഴാണെന്ന് അറിയത്തില്ല. ചിലപ്പോൾ ഞാൻ നാളെ കഴിഞ്ഞ പോലെ അനൗൺസ് ചെയ്തേക്കാം. ഗിഫ്റ്റ് ആദ്യമേ കാണിച്ചെന്നുള്ളൂ. ഇത് 2 പേർക്കുള്ളതാണ്. പൗച്ച് കിട്ടാത്തതും ഉണ്ടായിരുന്നു. 2 എണ്ണം ഓർഡർ ചെയ്തപ്പം അല്ലെങ്കിൽ പൗച്ചും സെയിം ആയിട്ട് കിട്ടിയേനായിരുന്നു. അല്ല, അതിന് പകരം ഡയറി ഉണ്ട്. അപ്പോൾ എല്ലാവരും ലൈക്ക് അടിച്ചൊന്ന് പ്രോത്സാഹിപ്പിക്കാം. മറ്റേ ചാനലും കൂടെ കാണണം. ബൈ.